മരണം വിതച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കാണിച്ച ജാഗ്രതയും സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളുടെ നിതാന്തമായ കഠിനാധ്വാനവുമാണ് രോഗം വ്യാപിക്കാൻ അത്രയും ദീർഘമായ സമയമെടുക്കുന്നതിനിടയാക്കിയത്. ആ സമയത്തിനിടക്ക് ചികിത്സാ സംവിധാനങ്ങൾ കൃത്യമായി വികസിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ടുണ്ടായ ഗുണം പിന്നീട് രോഗവ്യാപനം ഉച്ചസ്ഥായിയിലെത്തിയപ്പോഴും മരണസംഖ്യ മറ്റു പ്രദേശങ്ങളെക്കാൾ കുറച്ചു നിർത്താൻ നമുക്ക് സാധിച്ചു. സംസ്ഥാനത്ത് പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ദിനംപ്രതി ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളും ഓരോ ദിവസവും ഓരോ ജില്ലയിൽ പോസിറ്റീവാകുന്നവരുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരാഴ്ചയിൽ എത്ര പേർ പുതുതായി രോഗികളായി എന്നും എത്ര പേർ രോഗവിമുക്തി നേടിയെന്നുമുള്ള കണക്കുകളാണ് കോവിഡ് വ്യാപനത്തിന്റെ തോത് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പരിഗണിക്കുന്നത്. ഈ തരത്തിൽ ഒക്ടോബർ 17 മുതൽ നോക്കുമ്പോൾ ഓരോ ആഴ്ചയിലും രോഗികളുടെ എണ്ണം തൊട്ടു മുൻപുള്ള ആഴ്ചയിലേതിനേക്കാൾ കുറഞ്ഞു വരുന്നുണ്ട്. ഈ പ്രവണത തുടർന്നുകൊണ്ടിരിക്കുന്നതായാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുണ്ടായ ദിവസം ഒക്ടോബർ 24 അന്ന് 97,417 രോഗികളുടെ എണ്ണമാണ് ചികിത്സയിലുണ്ടായത്. 97,417 രോഗികളാണ് ചികിത്സയിലുണ്ടായത്. അപ്പോൾ രോഗികളുടെ എണ്ണം 1,00,000-അടുത്തെത്തി. പക്ഷേ പിന്നീട് കുറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 75,000 ആളുകൾ ഒരു ദിവസം ചികിത്സയിൽ കഴിയുന്ന രീതിയിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും രോഗികളാകുന്നവരുടെ എണ്ണം രോഗവിമുക്തി നേടുന്നവരുടെ എണ്ണത്തേക്കാൾ കുറവാണ്. കോവിഡ് ആശുപത്രികളിൽ പ്രവേശിക്കുന്ന ഗുരുതര രോഗാവസ്ഥയുള്ളവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട്. രോഗികളുടെ എണ്ണം കുറയുന്നത് ആശ്വാസകരമാണ്. എന്നാൽ ജനങ്ങൾ ഇതേവരെ പാലിച്ചു വന്ന ജാഗ്രതയിൽ ഇത് കാരണം ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്. മാസ്കുകൾ ഉപയോഗിക്കുന്നതിൽ, കൈകൾ ശുചിയാക്കുന്നതിൽ, ശാരീരിക അകലം പാലിക്കുന്നതിൽ അതൊക്കെ കൃത്യമായി പാലിച്ചു പോകണം. ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. വീഴ്ച സംഭവിച്ചാൽ രോഗവ്യാപനം വീണ്ടും ഉയരുന്ന സാഹചര്യമാണ്. കൂടുതൽ രൂക്ഷമായ വ്യാപനം രണ്ടാമത്തെ തരംഗത്തിലുണ്ടാകാം. അമേരിക്ക ഇതേവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും അധികം രോഗബാധിതരുണ്ടാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വാർത്ത. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും രോഗം കുതിച്ചു കയറുന്ന പ്രവണത കാണിക്കുകയാണ്. ഇപ്പോൾ രോഗവ്യാപനം
തടയേണ്ടതില്ല എന്ന ആശയത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പരക്കെ പ്രചരിപ്പിക്കപ്പെട്ട സ്വീഡൻ മോഡലുണ്ട്. ആ സ്വീഡൻ മോഡലും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെയും അടുത്ത തരംഗം ശക്തമായിരിക്കുകയാണ്. രോഗവ്യാപനം തടയുന്നതിന് നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ച നടപടികളെ ഈ സംഭവവികാസങ്ങളെല്ലാം ശരിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ കാണിച്ചു വന്ന കരുതലും ജാഗ്രതയും ശക്തമായി തുടരേണ്ടതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അമേരിക്കയിലും മറ്റും രോഗവ്യാപനം വർദ്ധിച്ചു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ജനങ്ങളാകെയും ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാകണം. ശാരീരിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. ഇപ്പൊ സ്ഥാനാർത്ഥികൾ കൈപിടിക്കല്, കെട്ടിപ്പിടിക്കല്, ഇത്തരം കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രായാധിക്യമുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേക കരുതൽ കാണിക്കണം. നിരവധി വീടുകൾ സന്ദർശിക്കുന്നത് കാരണം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പോകുന്നവര് എല്ലാ പ്രതിരോധ മാനദണ്ഡങ്ങളും പാലിക്കുമെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാനദണ്ഡങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആളുകൾ കൂടിച്ചേർന്ന് വല്ലാതെ തമ്മിൽ ഇടകലർന്ന് കാര്യങ്ങൾ നീക്കുന്നത്. ഇത് ജാഥ, റോഡ് ഷോ മുതലായ കാര്യങ്ങളിൽ സംഭവിച്ചേക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പോ വിദ്യാഹ്ലാദഘട്ടം, അതിലും ആളുകൾ ആവേശപൂർവം ശാരീരിക അകലം പാലിക്കാതെ അടുത്ത് പെരുമാറുന്ന രീതി വരും. അത്തരത്തിലുള്ള എല്ലാ കൂട്ടായ്മകളും ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം തൊട്ട് അന്ത്യം വരെ, അതായത് ആദ്യത്തെ പ്രചരണ നാൾ തൊട്ട് വിദ്യാഹ്ലാദ ഘട്ടം വരെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയണം. എന്നാൽ യോഗം ചേരുക, യോഗം ചേരുന്നതിന് തമ്മിൽ അധികം ഇടകലർന്ന് അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. കൃത്യമായി മാനദണ്ഡം പാലിച്ച് മാറി മാറി ഇരുന്നും നിന്നും യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റും. നിശ്ചിത എണ്ണം, ഒരു യോഗത്തിൽ പങ്കെടുക്കാവുന്നവരുടെ നിശ്ചിത എണ്ണം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് പാലിക്കണം. അതേസമയം കൃത്യമായി ശാരീരിക അകലം പാലിച്ച് ഇരിക്കുകയോ നിൽക്കുകയോ ഏതാണോ അവിടെ പ്രായോഗികം അത് ചെയ്താൽ ആ യോഗം, ഏത് യോഗമായാലും കൃത്യമായി നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ അതായിരിക്കണം നാം സ്വീകരിക്കുന്ന രീതി. മറ്റു കാര്യങ്ങൾ ശാരീരികമായി കൂടിച്ചേരുന്ന, ഇടകലരുന്ന, തമ്മിൽ ബന്ധപ്പെടുന്ന, ശരീരങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് അടുത്ത് പെരുമാറുന്ന ആ രീതി പൂർണ്ണമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയണം.
ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിർദ്ദേശങ്ങളുണ്ട്, ഇനി നൽകാനിടയുള്ള നിർദ്ദേശങ്ങളുമുണ്ട്. അവയെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാവണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോവിഡുമായി ബന്ധപ്പെട്ട ജാഗ്രതാ സന്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഓരോ സ്ഥാനാർത്ഥിയും അത്തരം കാര്യങ്ങൾക്ക് കൂടി മുൻതൂക്കം കൊടുത്താൽ കോവിഡ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് എന്ന് എല്ലാവർക്കും ബോധ്യമാവും. അത് പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അത് പാലിക്കുന്നതിന് പ്രചരിപ്പിക്കുന്നവർ നല്ല മുൻകൈ എടുക്കുകയും ചെയ്യും. കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യം സന്തോഷകരമായതാണ്. എന്നാൽ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു വിശ്രമാവസരം കിട്ടുന്നില്ല. അവര് മറ്റാരോഗ്യ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, മറ്റ് പകർച്ചവ്യാധികളുടെ നിയന്ത്രണം, പകർച്ചേതര വ്യാധികളുടെ പ്രതിരോധം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകർ കൂടുതൽ ശ്രദ്ധ നൽകുന്ന നിലയുണ്ടാവണം. കോവിഡ് രോഗവിമുക്തി നേടിയതിനു ശേഷവും ശാരീരിക അവശതകൾ തുടരുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, ഇത്തരമൊരു സ്ഥിതിവിശേഷം പലരിലും കാണുന്നുണ്ട്. ഇത് ചെറിയ ശതമാനമേ ഉള്ളൂ. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളിലും പോസ്റ്റ് കോവിഡ് സിൻഡ്രോം കാണുന്നുണ്ട്. അതുകൊണ്ട് കോവിഡ് രോഗം മാറിയ ആളുകൾ വളരെയധികം ശ്രദ്ധ തുടരേണ്ടതാണ്. സർക്കാർ ആരംഭിച്ച പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുണ്ട്. അവയുടെ സേവനം ആവശ്യമുള്ളവരെല്ലാം ഉപയോഗിക്കണം. ഇതോടൊപ്പം തന്നെ മതപരമായ ആഘോഷങ്ങൾ, തീർത്ഥാടനങ്ങൾ, ഇതെല്ലാം വഴി ഉണ്ടാകുന്ന വലിയ ആൾക്കൂട്ടങ്ങൾ കോവിഡ് വ്യാപനത്തിന് കാരണമായി തീർന്ന ഒട്ടനവധി സംഭവങ്ങൾ ലോകമെമ്പാടുമുണ്ട്. കർക്കശമായ രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ നടപ്പാക്കിയിട്ടും തിരുപ്പതി ക്ഷേത്രത്തിൽ കോവിഡ് വ്യാപനം ഉണ്ടായ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ എത്തിച്ചേരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് അവിടങ്ങളിൽ നിന്നും രാജ്യമൊട്ടുക്കും രോഗവ്യാപനം ഉണ്ടാകുമെന്ന അപകടവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ വസ്തുതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നാം അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം ഇത്തവണ ശബരിമല തീർത്ഥാടനം നടത്തുന്നത്. സർക്കാർ സംവിധാനങ്ങൾ നിഷ്കർഷിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും സുരക്ഷാ മാനദണ്ഡങ്ങൾ അതുമായി ആത്മാർത്ഥമായി സഹകരിക്കാനും തീർത്ഥാടനത്തിനെത്തുന്ന മുഴുവൻ ആളുകളും സന്നദ്ധരാവണം. ആളുകൾ കൂട്ടമായിരിക്കുക, തൊട്ടുതൊട്ടിരിക്കുക, അടഞ്ഞ സ്ഥലങ്ങളിരിക്കുക, ഇവയൊക്കെ കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്ന പ്രധാന 3 ഘടകങ്ങളാണ്. ഈ 3 സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. ഓരോ ദിവസവും
കടത്തിവിടുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മേൽപ്പറഞ്ഞ 3 ഘടകങ്ങളും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാ തീർത്ഥാടകരും യാത്രക്കിടയിൽ നിർബന്ധമായും മാസ്കുകൾ ധരിക്കണം, കൈകൾ ഇടയ്ക്കിടെ ശുചിയാക്കണം, ശാരീരിക അകലം പാലിക്കണം. അതോടൊപ്പം ഓരോ ആളും ഹാൻഡ് സാനിറ്റൈസർ കരുതുകയും വേണം. പനി, ചുമ, ശ്വാസതടസ്സം, ക്ഷീണം ഇത്തരം ലക്ഷണങ്ങളുള്ള കോവിഡ് ഈ അടുത്ത കാലത്ത് ബാധിച്ച ആളുകൾ ശബരിമല തീർത്ഥാടനം ഇത്തവണ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. അവരുടെ ശാരീരിക അവശതകൾ കൂടുതൽ ഗുരുതരമാകുന്നതിന് ഇത് കാരണമായേക്കാം. നിലക്കലെത്തുന്നതിന് 24 മണിക്കൂർ മുൻപെടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തീർത്ഥാടകർ ഹാജരാക്കേണ്ടതാണ്. അതിനായി ശബരിമലയിലേക്കുള്ള വഴിയിൽ പ്രധാന പൊതുസ്ഥലങ്ങളിൽ അംഗീകൃത കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവയുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവ് ആയാൽ പോലും കോവിഡ് രോഗസാധ്യത 100% തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് മറ്റ് ജാഗ്രത ആവശ്യമില്ല എന്ന് ആരും കരുതാൻ പാടില്ല. നിർബന്ധമായും എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണം. ശബരിമലയിൽ എത്തിയാൽ തീർത്ഥാടകര് ഓരോ 30 മിനിറ്റിലും കൈകൾ ശുചിയാക്കണം. മാസ്ക് ധരിക്കാനും കഴിയാവുന്ന ഇടങ്ങളിലെല്ലാം 6 മീറ്റർ അകലം പാലിക്കാനും ശ്രദ്ധിക്കണം. നിലക്കലും പമ്പയിലും ആളുകൾ തിങ്ങി നിൽക്കുന്നത് ഒഴിവാക്കണം. ടോയ്ലറ്റുകൾ ഇടയ്ക്കിടെ അണുവിമുക്തമാക്കണം. ഒരു സ്ഥലത്തും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് അനുവദിക്കാൻ പറ്റില്ല. തീർത്ഥാടകർക്കൊപ്പം വരുന്ന ഡ്രൈവർമാര്, പാചകക്കാര്, ക്ലീനർമാര് ഇവരെല്ലാം നിർബന്ധമായും എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കോവിഡ് വിവരങ്ങൾക്കൊപ്പം ഇന്നൊരു പ്രത്യേക വിഷയം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. COVID-19 പ്രതിരോധത്തിൽ കേരളം സ്വീകരിച്ച നടപടികളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക പ്രസിദ്ധീകരണമായ സ്റ്റേറ്റ് ഫൈനാൻസസ് എ സ്റ്റഡി ഓഫ് ബഡ്ജറ്റ്സ് ഓഫ് 2020-21 ഇതിൽ പ്രത്യേകമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. COVID-19 The Kerala Model of Containment, The Role of Local Self-Government എന്ന ശീർഷകത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കോവിഡ് പ്രതിരോധത്തെക്കുറിച്ച് റിസർവ് ബാങ്ക് ഇത്തരത്തിൽ പ്രതിപാദിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിലാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. പ്രവാസികളുടെ വലിയ സംഖ്യ കേരളത്തിൽ നിന്ന് ഉള്ളവരായതിനാലും കേരളമൊരു അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായതിനാലും സംസ്ഥാനം ഹോട്ട്സ്പോട്ടായി മാറുമെന്ന് ആശങ്കയുണ്ടായിരുന്നു.
എന്നാൽ വിജയകരമായി ആദ്യത്തെ ഘട്ടത്തിൽ കോവിഡ്-19 പ്രതിരോധം കേരളത്തിൽ നടന്നു. രണ്ടാമത്തെ ഘട്ടം യാത്രാ വിലക്കുകൾ നീങ്ങിയപ്പോഴാണ് ഉണ്ടായത്. കേസുകളുടെ എണ്ണം കൂടിയപ്പോഴും കേരളത്തിലെ മരണനിരക്ക് 0.3%. അഖിലേന്ത്യാ ശരാശരി 1.5%. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുകയും കോൺട്രാക്ട് ട്രേസിംഗ്, ടെസ്റ്റിംഗ്, ക്വാറന്റൈൻ എന്നിവ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടലാണ് ഇതിലേറ്റവും ശ്രദ്ധേയം. ലോക്ക്ഡൌൺ കാലത്ത് പൊതുസ്ഥലങ്ങളുടെ ശുചീകരണം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കൽ, ലോക്ക്ഡൌൺ മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കൽ, ക്വാറന്റൈനിലുള്ളവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകൽ, ഇവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിച്ചു. സമൂഹ വ്യാപനം തടയുന്നതിലും ഇത് സഹായിച്ചു. കുടുംബശ്രീ, അംഗൻവാടി എന്നിവയുടെ സേവനവും റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2018-19 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനത്തിന്റെ 20.1% പങ്കുവച്ചപ്പോൾ അഖിലേന്ത്യാ ശരാശരി 9.1%. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ള മറ്റൊരു സംഗതി ഗെയിൽ പൈപ്പ് ലൈനിന്റെ പൂർത്തീകരണമാണ്. കൊച്ചി മാംഗ്ലൂര് ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ, ആ പദ്ധതിയുടെ കേരളത്തിലെ പൈപ്പിടൽ പൂർത്തിയായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ സർക്കാർ ഏറ്റെടുത്ത വലിയൊരു വെല്ലുവിളിയായിരുന്നു ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ. അവസാന കടമ്പയായ കാസർഗോഡ് ചന്ദ്രഗിരി പുഴക്ക് കുറുകെ 1.5 കിലോമീറ്റർ ദൂരത്തിൽ പൈപ്പ് ലൈൻ ശനിയാഴ്ച രാത്രി സ്ഥാപിച്ചു. ഒരാഴ്ചക്കുള്ളിൽ ബാംഗ്ലൂരിലെ വ്യവസായശാലകളിൽ വാതകമെത്തും. ഗെയിൽ പൈപ്പ് ലൈൻ കേരളത്തിലൂടെ കടന്നുപോകുന്നത് 510 കിലോമീറ്ററാണ്. ഇതില് 470 കിലോമീറ്റർ ലൈൻ സ്ഥാപിച്ചത് ഈ സർക്കാരിന്റെ കാലത്താണ്. UDF പൂർത്തിയാക്കിയത് 40 കിലോമീറ്റർ മാത്രമായിരുന്നു. പദ്ധതിക്ക് ഏകജാലക അനുമതി നൽകിയത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. കൊച്ചിയിലെ വ്യവസായശാലകൾക്ക് പ്രകൃതിവാതകം കൊടുക്കുന്ന പൈപ്പ് ലൈൻ വിന്യാസമായിരുന്നു ആദ്യഘട്ടം. രണ്ടാം ഘട്ടമായ കൊച്ചി മാംഗ്ലൂര് പൈപ്പ് ലൈനാണ് ശനിയാഴ്ച പൂർത്തിയായി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഇതോടൊപ്പം ഇത് മംഗലാപുരം ലൈനിന്റെ കാര്യമാണ് പറഞ്ഞത്. ബാംഗ്ലൂർ ലൈനുണ്ട്. ബാംഗ്ലൂർ ലൈനിന്റെ ഭാഗമായ കൂറ്റനാട് വാളയാർ പൈപ്പ് ലൈനും 94 കിലോമീറ്റർ പൂർത്തിയായിട്ടുണ്ട്. 2021 ജനുവരിയിൽ അത് കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാം ഘട്ടം UDF സർക്കാർ 2012 ജനുവരിയിൽ തുടങ്ങിയിരുന്നു. പക്ഷേ സ്ഥലം ഏറ്റെടുക്കാനുള്ള തടസ്സം മൂലം 2013 നവംബറിൽ പണി പൂർണ്ണമായും നിർത്തി. എല്ലാ കരാറുകളും റദ്ദാക്കി. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ട
ഗെയിൽ 2015 പിൻവാങ്ങാനും ഒരുങ്ങി. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. നിലവിലുള്ള ഭൂമിയുടെ നഷ്ടപരിഹാരം ഇരട്ടിയാക്കി, സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കി. തുടർന്ന് ഗെയിൽ കൊച്ചി മുതൽ മംഗലാപുരം വരെയുള്ള 7 സെക്ഷനിൽ പുതിയ കരാർ കൊടുത്ത് നിർമ്മാണം പുനരാരംഭിച്ചു. പദ്ധതി നിരീക്ഷിക്കാൻ പ്രത്യേക പ്രോജക്റ്റ് സെല്ലും രൂപീകരിച്ചു. 2019 ജൂണിൽ തൃശൂർ വരെയും 2020 ആഗസ്റ്റിൽ കണ്ണൂർ വരെയും ഗ്യാസ് എത്തി. 5751 കോടി രൂപ ചെലവുള്ള പദ്ധതി മുഴുവൻ ശേഷിയിൽ പ്രവർത്തിച്ചാൽ നികുതി വരുമാനം 500 മുതൽ 720 കോടി വരെ ലഭിക്കാമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. വാഹനങ്ങൾക്ക് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG ലഭിക്കുന്നതോടെ ഇന്ധന ചെലവ് ശരാശരി 20% കുറയും. പദ്ധതി പൂർത്തീകരിക്കുമെന്ന LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം കൂടിയാണ് നടപ്പാക്കുന്നത്. പൈപ്പ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG വീടുകളുടെ അടുക്കളകളിലും സ്ഥാപനങ്ങളിലും, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG പമ്പുകളിലും ലഭ്യമാക്കുന്നതാണ് സിറ്റി ഗ്യാസ് പദ്ധതി. ചരിത്ര നേട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ച ഒട്ടേറെ പേരുണ്ട്. അതില് നേരത്തെ പറഞ്ഞതുപോലെ 510 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ ഒഴികെയുള്ള ഭാഗമെല്ലാം പൂർത്തിയായി. ഏതാനും ആഴ്ചകൾ കൊണ്ട് പൂർത്തിയാകുമെന്ന് കണക്കാക്കി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറെ മാസങ്ങളായി. അങ്ങനെ ഇത് പൂർത്തിയാകുന്നില്ല. അങ്ങനെ വന്നപ്പോ മുഖ്യമന്ത്രി എന്ന നിലക്ക് പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു. ഇതാണ് അവസ്ഥ, നേരിട്ട് ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് ഫലമുണ്ടായി. ഗെയിലിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് പണി പൂർത്തിയാക്കിയാലേ ഇവിടുന്ന് പോകാവൂ എന്ന നിർദ്ദേശത്തോടെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറായ, ഇത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ 1.5 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടുന്നതിന് കത്തിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ നേരിട്ട് ഇടപെടാൻ തയ്യാറായ പ്രധാനമന്ത്രിയുള്ള കൃതജ്ഞത ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. അതോടൊപ്പം ഇത് പൂർത്തിയാക്കാൻ പ്രയത്നിച്ച ഒരുപാട് ആളുകളുണ്ട്, കേരളത്തിൽ ആകമാനമുള്ളവരുണ്ട്. അതിനോട് സർവാത്മന സഹകരിച്ച ജനങ്ങളുണ്ട്. ഇവരെയെല്ലാം സർക്കാരിന്റെ നന്ദി അറിയിക്കുന്നു, അവരെയെല്ലാം അഭിവാദ്യം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. നിങ്ങൾ പറയുമ്പോൾ ആരാണെന്ന് ഏതിൽ നിന്നാണെന്ന് മനസ്സിലാകാൻ പറയാൻ പറ്റുമെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തരക്കേടില്ല. അത് ഇങ്ങനെ രീതിത്താണോ നമ്മൾ ഇരിക്കുന്നത്? ചില വിവാദങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉയർന്നുണ്ട്. കിഫ്ബി വിദേശത്ത് നിന്ന് വായ്പ എടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് CAG-യുടെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്നു എന്ന് നേരത്തെ തന്നെ CAG വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയാണ് കിഫ്ബിയിലെ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട CAG-യുടെ കാര്യപ്പെട്ടുകൊണ്ടെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങള് നമ്മുടെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ വികസന പ്രതീക്ഷ വളരെ വലുതായിരുന്നു. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമുണ്ട്.
നമ്മുടെ വിഭവം, ഈ വികസന പ്രതീക്ഷ നിറവേറ്റാൻ ആവശ്യമുള്ള വിഭവം അതിനനുസരിച്ച് നമുക്കില്ല. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ ഇതിനനുസരിച്ച് വർദ്ധിക്കണം. അതിനെന്താണ് മാർഗം? പുറത്തു നിന്ന് ധനസമാഹരണം നടത്തണം. അപ്പോൾ നിലവിൽ കിഫ്ബി എന്ന സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ വിപുലീകരിച്ച് ഇതിനായി ഉപയോഗപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെയാണ് കിഫ്ബി ഇപ്പോൾ നാടാകെ അറിയുന്ന തരത്തിലായത്. യഥാർത്ഥത്തിൽ മുൻ സർക്കാരുകളും കിഫ്ബിയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ വിപുലപ്പെടുത്തി. നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രതിബദ്ധതയോടെ നീങ്ങുന്ന ഒരു സർക്കാർ എന്ന നിലക്ക്, വികസനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സർക്കാർ എന്ന നിലക്ക്, ബജറ്റിന് താങ്ങാനാവാത്ത തരത്തിലുള്ള വികസന പദ്ധതികൾ ഏറ്റെടുക്കണമെങ്കിൽ പുതിയ ധനസ്രോതസ് വേണം. അപ്പം ഞങ്ങൾ കണക്കാക്കിയത് 50,000 കോടി രൂപയുടെ വികസന പദ്ധതികളെങ്കിലും ഈ തരത്തിൽ നടപ്പാക്കാനാവണമെന്നാണ്. എന്നാൽ 50 അല്ല, ഇപ്പോഴത് 55,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകിയെന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പല പദ്ധതികളും പൂർത്തിയാക്കാനും കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് ഈ കിഫ്ബിയെ തകർക്കാനുള്ള നീക്കമായിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഫ്ബി വന്നപ്പോൾ തന്നെ, അതായത് ഈ രീതിയിൽ രംഗപ്രവേശം ചെയ്തപ്പോൾ അതിനെ പരിഹസിച്ചവരുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാലോ. പക്ഷെ അത് യാഥാർത്ഥ്യമായി. അപ്പോൾ തകർക്കാനുള്ള നീക്കവുമായി ആരെങ്കിലും വന്നാൽ അതിന് നിന്നു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതാണ്. അതിനാണ് കിഫ്ബിയിലൂടെ ശ്രമിക്കുന്നത്. അതിന് തുരങ്കം വെക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇപ്പോ നമ്മുടെ കുട്ടികൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകളിൽ പഠിക്കുന്നത് ആ കുടുംബങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന സന്തോഷമില്ലേ? ഇപ്പൊ എല്ലാ പ്രദേശത്തും കാണാൻ കഴിയുന്നതല്ലേ സ്കൂളുകളുടെ നിലവാരം? അത് നാട്ടിനാകെ ഉണ്ടാകുന്ന മാറ്റമല്ലേ? നമ്മുടെ നാട്ടിലെ സ്കൂൾ എന്താണ് മെച്ചപ്പെടാത്തത് എന്ന് ചിന്തിച്ച പലരും ഉണ്ടായിരുന്നില്ലേ? അപ്പോ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒരു സ്കൂളുകൾ വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആകെ അങ്ങനെ മാറുമ്പോൾ അതാരെയാണ് അസ്വസ്ഥപ്പെടുത്തുക? എല്ലാവരും അതിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യുക? നാട് പൊതുവിൽ സന്തോഷിക്കുകയാണല്ലോ ചെയ്യുന്നത്. നാട് സന്തോഷിക്കുകയാണ്, നാട് അതിനോടൊപ്പമാണ്. ഇപ്പോ കോവിഡ് നമുക്ക് നല്ല രീതിയിൽ തടുത്തു നിർത്താൻ കഴിഞ്ഞു. ജനങ്ങളുടെ പങ്ക് അതിൽ പ്രധാനമാണ്. പക്ഷേ ആരോഗ്യരംഗത്തിന്റെ പങ്കില്ലേ? ആരോഗ്യരംഗത്തിന്റെ പങ്ക് എന്ന് പറയുമ്പോൾ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ശേഷിയുടെ കാര്യമില്ലേ? നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായപ്പോൾ വന്ന മാറ്റമില്ലേ? താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെയുള്ള ആശുപത്രികളിൽ വന്ന സൗകര്യങ്ങളില്ലേ? ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജ് ആശുപത്രികളുമൊക്കെ എത്ര വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇനിയും അവിടങ്ങളിൽ ഒട്ടേറെ സൗകര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇതിനെയൊക്കെ എല്ലാവരും അംഗീകരിക്കല്ലേ ചെയ്യുക? നാട് അംഗീകരിക്കല്ലേ ചെയ്യുക? ഈ മാറ്റം നാട് ഉൾക്കൊള്ളുകയല്ലേ ചെയ്യുക? ആരെങ്കിലും അതിനെ തള്ളിപ്പറയൂ? ഇതല്ലേ നമ്മൾ കാണേണ്ടത്? ഇതാരെയാ അസ്വസ്ഥമാക്കുന്നത്? നാട്ടിലാർക്കും അസ്വസ്ഥതയില്ല. ചില വികലമായ മനസ്സുകളെ ചിലപ്പോൾ അസ്വസ്ഥമാക്കിയേക്കും. പക്ഷെ നാടും നാട്ടുകാരും ഇതിൻ്റെ കൂടെയെല്ലാം നിൽക്കുകയാണ് എന്നതാണ് വസ്തുത. നമ്മുടെ
നാടിന്റെ പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചാൽ അത് നാട്ടിനുണ്ടാക്കുന്ന മാറ്റം എത്ര വലുതായിരിക്കും. ഒരാള് ഒരു സ്ഥലത്ത് ഇറങ്ങി, കുറച്ച് അകലെയാണ് സ്ഥാപനമെന്ന് വിചാരിക്കുക. ആ സ്ഥാപനത്തിലെത്തണം, റോഡിലൂടെ യാത്ര ചെയ്യണം. ഇപ്പോ എറണാകുളം തിരുവനന്തപുരം യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. എറണാകുളം കോഴിക്കോട് യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. കോഴിക്കോട് കണ്ണൂര് യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. ഈ ഓരോ സെക്ടറും എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. എത്ര മണിക്കൂറുകളാണ് ദുർവ്യയപ്പെട്ടു പോകുന്നത്. ഇപ്പൊ നമ്മുടെ റോഡുകളുടെ സൗകര്യം വർദ്ധിച്ചാൽ എത്ര സമയമാണ് ലാഭം. ആ റോഡുകളുടെ വികസനം യാഥാർത്ഥ്യമാക്കുന്നത്, നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ അടക്കം വികസനം യാഥാർത്ഥ്യമാക്കുന്നത്, PWD റോഡുകൾ മാത്രമല്ല, ഗ്രാമീണ റോഡുകൾ അടക്കം വരുന്നത് കിഫ്ബിയുടെ പണം ഉപയോഗിച്ചല്ലേ അതെല്ലാം ചെയ്യുന്നത്. നാട്ടുകാർക്കാകെ സന്തോഷമല്ലേ അത്. നമ്മുടെ ഭാവി തലമുറക്ക് സന്തോഷം പകരുന്ന കാര്യമല്ലേ അത്. നാടിന്റെ വികസനം ഉറപ്പാക്കുന്ന കാര്യമല്ലേ അത്. അതിന് ആരെങ്കിലും അസ്വസ്ഥാവുമോ? നാട് അസ്വസ്ഥമാകില്ല, നാട്ടുകാരും ജനങ്ങളും അസ്വസ്ഥമാകില്ല. ചില വികലമായ മനസ്സുകൾ ചിലപ്പോ അസ്വസ്ഥമായി എന്ന് വരും. ഇപ്പോ നമ്മളെ ഈ കാലം, നമ്മളിപ്പോ സംസാരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഇതാണല്ലോ കാലം. ഇന്റർനെറ്റിന്റെ മഹാസാധ്യതകൾ ഉപയോഗിക്കുന്നൊരു കാലാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് സൗജന്യ നിരക്കിൽ ലഭിക്കുക എന്ന് പറയുന്നത് എല്ലാവരും സന്തോഷിക്കുന്ന കാര്യമല്ലേ. എല്ലായിടവും ഇന്റർനെറ്റ്, എല്ലാ വീടുകളിലും ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ഓരോ ആളുടെയും അവകാശമായി മാറുന്നു. ഇന്നത്തെ കാലത്ത് ആളുകളുടെ ആവശ്യമല്ലേ അത്. അതിന് പാരപണിയണമെന്ന് ആരെങ്കിലും ചിന്തിക്കുകയോ? ചിന്തിക്കുന്ന ചിലരുണ്ടാവും, അത് പ്രത്യേക താല്പര്യക്കാരാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുകയോ? ജനങ്ങൾ അതിനോടൊപ്പമല്ലേ. ജനങ്ങൾ അതിനെ നല്ല രീതിയിൽ കൈയും നീട്ടി സ്വീകരിക്കുകയല്ലേ. ഇതല്ലേ വസ്തുത. ഇപ്പോ ഒരു ഭാഗത്തു കൂടി മലയോര ഹൈവേ പോകുന്നു, വേറൊരു ഭാഗത്തു കൂടി തീരദേശ ഹൈവേ പോകുന്നു. ഇതൊക്കെ നാട്ടിലുണ്ടാക്കുന്ന മാറ്റമില്ലേ. നാട്ടുകാർ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ഇതൊക്കെ. ഇത്തരം കാര്യങ്ങൾ വേണമെന്നുള്ളത്. ഏതാ പണം? നമുക്ക് പണത്തിന് ക്ഷാമമുണ്ട്. ഈ പണമാണല്ലോ സ്രോതസ്സായി നമ്മൾ കണ്ടത്. കിഫ്ബിയുടെ സ്രോതസ്സാണല്ലോ നമ്മൾ ഉപയോഗിച്ചത്. അതിന്റെ ഭാഗമായാണല്ലോ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം നടപ്പാക്കുന്നത്. ഇപ്പോ കേരളത്തിലാകെ നിരവധി കുടിവെള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ കുടിവെള്ള പദ്ധതികൾ നടപ്പാക്കുകയാണ്. എല്ലാവരിലേക്കും കുടിവെള്ളം എത്തിക്കലാണ് നാം ലക്ഷ്യമിടുന്നത്. നല്ല പങ്കല്ലേ കിഫ്ബി വഹിക്കുന്നത്. അതിനാർക്കെങ്കിലും എതിർപ്പുണ്ടാകുമോ? ഇവിടെ ഒട്ടേറെ വ്യവസായ പാർക്കുകൾ വരുന്നു. വ്യവസായ പാർക്കുകളിലൂടെ വ്യവസായ രംഗത്ത് വരുന്ന ചൈതന്യം, പുതിയ പുതിയ പദ്ധതികൾ എത്ര കണ്ട്. നാടിന്റെ മാറ്റമല്ലേ ഇതൊക്കെ കുറിക്കുന്നത്. ഇതിന്റെ കൂടെയാണ് വൻകിട പദ്ധതികൾ. ആ വൻകിട പദ്ധതികൾക്കും കിഫ്ബിയുടെ ധനസ്രോതസ് തന്നെയാണ് നാം ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നാട് ആഗ്രഹിച്ച കാര്യങ്ങളല്ലേ. ഇതെല്ലാം ഇല്ലാത്തതായിരുന്നല്ലോ ഒരു കുറവായിട്ട് നമ്മുടെ നാടും നാട്ടുകാരും കണ്ടിരുന്നത്. അതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ നാട്ടുകാരതിനെതിരാണോ? ജനങ്ങളെതിരല്ല, നാടെതിരല്ല. നമ്മുടെ നാടിന്റെ നാളത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ് ഇത് എന്നാണ് ഇതിനെക്കുറിച്ച് പൊതുവെ ആളുകൾ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നതില്, കിഫ്ബിയെ ഉപയോഗിക്കുന്നതില് എന്ത് തെറ്റാണുള്ളത്? ഇത്തരം വികസന പദ്ധതികൾ വേണ്ടെന്നാണോ ഇതിനെതിരെ രംഗത്ത് വരുന്നവര് പറയുന്നത്? ഇവിടെ വ്യക്തമാക്കിയല്ലോ കാര്യങ്ങൾ. ഒരു സംഘപരിവാർ നേതാവ്
ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു. അതിന് കോൺഗ്രസിന്റെ KPCCയുടെ ഭാരവാഹി വാദിക്കാൻ ചെല്ലുന്നു. നല്ല ഐക്യം. എന്തിനു വേണ്ടി? എന്താണ് ഉദ്ദേശം? കിഫ്ബിയെ പോലെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി വലിയ തോതിൽ പ്രയത്നിക്കുന്ന ഒരു സ്ഥാപനത്തെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കല്ലേ? അതിനോട് നാട് യോജിക്കില്ല. ഇപ്പോ കിഫ്ബി വിഭാവനം ചെയ്ത പദ്ധതികളുണ്ട്, ഞാൻ ഈ പറഞ്ഞ പദ്ധതികൾ. അതിലേതെങ്കിലും ഒന്ന് വേണ്ട എന്ന് ഇവർക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഈ നാട്ടിൽ ഒരു പദ്ധതിയും നടപ്പാക്കണ്ട എന്നാണോ അവരെ നാടിനോട് പറയുന്നത്? എന്നാൽ ഒരു കാര്യം പറഞ്ഞാൽ മതി. പ്രതിപക്ഷ നേതാവ് അടക്കമുണ്ടല്ലോ ഈ കൂട്ടത്തിൽ. കിഫ്ബിയുടേതായ പദ്ധതികൾ ഒറ്റയൊന്നും ഞങ്ങളുടേതായ മണ്ഡലത്തിൽ വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ പറ്റുമോ? സർക്കാർ ഇക്കാര്യത്തിൽ കണ്ട സമീപനം എന്താ? നാടിന്റെ ആവശ്യമാണ്. അവിടെ ആര് പ്രതിനിധീകരിക്കുന്നുള്ളതല്ല. ഇപ്പോൾ സ്കൂള്, ആശുപത്രി, റോഡ്, മറ്റ് വികസന പദ്ധതികൾ, ഇതൊക്കെ അവിടുത്തെ MLA ആര് എന്ന് നോക്കിയല്ല, നാടിന്റെ ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ടാണ് ആ പദ്ധതികൾ സാർവത്രികമാക്കിയിട്ടുള്ളത്. എന്റെ നാട്ടിൽ ഇതൊന്നും വേണ്ട എന്നിവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുമോ? അപ്പൊ നമ്മൾ കാണേണ്ടത് ഇവര് കേവലമായ വികസന വിരുദ്ധർ എന്ന നിലക്ക് മാത്രം വിശേഷിപ്പിച്ചാൽ പോരാ. നമ്മുടെ നാട് ഏതെങ്കിലും തരത്തിൽ നന്നാകുന്നത് അതിൽ വല്ലാതെ വെപ്രാളം കാണിക്കുകയാണ്, അതിൽ അസ്വസ്ഥരാവുകയാണ്. അതുണ്ടാകാതിരിക്കുക, അതെങ്ങനെയെങ്കിലും തകർക്കുക. ഇങ്ങനെയൊരു വല്ലാത്തൊരു അസ്വസ്ഥത, അത്യന്തം ഹീനമായ ഒരു മനസ്സ് ഇത്തരം ചുരുക്കം ചില ആളുകളിൽ ഉണ്ടാവുകയാണ്. ഞങ്ങള് കാണിച്ചത് ഇവിടെ നാട് നൽകിയ വാഗ്ദാനമുണ്ട്, അത് വികസനം കൃത്യമായി നടപ്പാക്കുമെന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. അതിനുവേണ്ടിയാണ് കിഫ്ബിയെ വിപുലീകരിച്ചത്. അതിന് സുതാര്യമായ മാർഗങ്ങളിലൂടെ നടപടികൾ സ്വീകരിക്കുകയാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ടാണ് നേരത്തെയെല്ലാം ഇത്തരം പരാതികൾ ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും പിൻവലിച്ചു പോകേണ്ടി വന്നിട്ടുമുള്ളത്. അതാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ നല്ലതായിരിക്കും, എല്ലാവരും കൂടി ഒന്നിച്ചു പറഞ്ഞാൽ. ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിക്കുമെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതില് ഒരു കാര്യം നാം കാണണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളില് നാടും ജനങ്ങളും എല്ലാം അനുകൂലമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും അതിനെ അനുകൂലിക്കുകയാണ്. എന്നാൽ ചിലർക്ക് അതിലൊരു പ്രയാസമുണ്ട്. ആ പ്രയാസം എന്താ? ആ പ്രയാസം ഇത് ഈ LDF ഗവൺമെന്റിന്റെ കാലത്താണല്ലോ നടക്കുന്നത് എന്താണ്. നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ എന്താണ് ഒരു ഗവൺമെന്റിന്റെ ധർമ്മം? നാടിന്റെ വികസനം ഉറപ്പുവരുത്തലല്ലേ? ഏതൊരു ഗവൺമെന്റ് ആയാലും ചെയ്യേണ്ട കാര്യമല്ലേ? നാടിന്റെ വികസനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനം ഒരു സർക്കാർ ഏറ്റെടുക്കുമ്പോൾ
അത് സർക്കാരിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനമായി പോകുന്ന തരത്തിലാണോ കാണേണ്ടത്? സർക്കാരിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനമായി വിശേഷിപ്പിക്കപ്പെടുന്നത് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന നിലപാടെടുത്ത് നാടിന്റെ വികസനം തടയാനുള്ള ശ്രമം നടത്താമോ? ഞങ്ങൾ കാണിക്കുന്നതിൽ വല്ല വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, ഞങ്ങളെ വിമർശിക്കുക. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു അങ്കലാപ്പുമില്ല. പക്ഷേ നാടിന്റെ വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സർക്കാരിന്റെ യശസ് എങ്ങനെയെങ്കിലും ഉയർത്തിക്കളഞ്ഞാൽ അത് തങ്ങൾക്ക് ദോഷമാണ് എന്ന തരത്തിൽ ചിന്തിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ കേരളത്തിന്റെ അന്തരീക്ഷം നിങ്ങൾ നോക്ക്. കേരളത്തിൽ ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല അതിന്റെ പങ്കാളികൾ, അതിന്റെ ഉത്തരവാദികൾ. ഗവൺമെന്റ് പ്രവർത്തനം എങ്ങനെയാ? ഇപ്പൊ കേരളത്തിന് മികച്ച ഗവേണൻസിന് തുടർച്ചയായി അവാർഡുകൾ ലഭിക്കുന്നു. ഈ മികച്ച ഗവേണൻസ് നടത്താൻ കഴിയുന്നത് എന്തുകൊണ്ടാ? അതിൽ രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല പങ്ക്. രാഷ്ട്രീയ നേതൃത്വത്തിന് അതിൻ്റെതായ ചെറിയ പങ്കുണ്ടാവും. പക്ഷേ വിപുലമായ പങ്കാർക്കാ? നമ്മുടെ ഈ നിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കുള്ളതാണ്. ആ ഉദ്യോഗസ്ഥരുടെ മേലെ ഇന്ത്യ രാജ്യത്തിലെ അന്വേഷണ ഏജൻസികൾ മുഴുവൻ വട്ടമിട്ട് പറക്കുക. ഇന്ത്യ രാജ്യത്തിലെ ഒരു ഏജൻസി ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അവരെല്ലാം ഇങ്ങനെ വട്ടമിട്ട് പറക്കുക. എന്നിട്ട് ആ ഉദ്യോഗസ്ഥരെ തുടർ പ്രവർത്തനങ്ങളിൽ നിസ്സംഗരാക്കത്തക്ക രീതിയിൽ ഇടപെടുക. എന്താണ് അതിന്റെ ഉദ്ദേശം? അതാണ് നാം കാണേണ്ടത്. അവരുടെ മുന്നിൽ വന്ന ഏതെങ്കിലും കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ പറഞ്ഞ ഓരോ ഉദാഹരണം എടുത്താലും അതാണ് കാണാൻ കഴിയുക. ഇപ്പൊ ലൈഫ് പദ്ധതി കൊണ്ട് നാട്ടിൽ ഗുണം കിട്ടുന്നത് ആർക്കാ? പാവപ്പെട്ട, വീടില്ലാത്ത, വീടൊരു സ്വപ്നമായിക്കൊണ്ട് മണ്ണടിഞ്ഞു പോകുന്ന അനേക ലക്ഷം ആളുകൾക്ക്. ഇപ്പോഴും അതിന്റെ പ്രവർത്തനം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അതിന്റെ മേക്കിട്ട് കയറാൻ വരുന്നത്? അതിന്റെ ചുമതലക്കാരനെ ഒന്നിനു പുറകെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? എന്ത് കാര്യത്തിനാണ് ചോദ്യം ചെയ്യുന്നത്? എന്താണ് അതിന്റെയൊക്കെ ഉദ്ദേശം? അതിന്റെ പുറകെ വരുന്നു കെ ഫോണിനെ പറ്റി അറിയണം. എന്താണ് കെ ഫോൺ? നാട്ടിലെ യുവാക്കൾ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണത് യാഥാർത്ഥ്യമാകാൻ. നാടിന്റെ യുവതയുടെ പ്രതീക്ഷയാണത്. കേരളമാകെ സകല വീടുകളിലും സകല സ്ഥാപനങ്ങളിലും ഇന്റർനെറ്റ് കണക്ഷൻ ഒരുക്കി കൊടുക്കുന്നു. ചിലർക്കത് പ്രയാസമുണ്ടാക്കും. ആ പ്രയാസം ഉണ്ടാകുന്ന ചിലരുണ്ടാകും. ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകും. ആ നിക്ഷിപ്ത താല്പര്യം എങ്ങനെ നമ്മുടെ രാജ്യത്തിലെ ഒരു അന്വേഷണ ഏജൻസിക്ക് വരും? അതല്ലേ പ്രശ്നം. എന്തു വകയാണ് അവര് അതിലിടപെടാൻ പോകുന്നത്? എന്താണ് അവർക്കുള്ള സംശയം? ഈ പറയുന്ന കിഫ്ബിയുടെ ധനമാണ് അതിനുപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ നവരത്ന കമ്പനികളിൽ ഒന്നായ BHEL ആണ്, ബെല്ലാണ് അത് നടപ്പാക്കുന്നത്. എവിടെയാണ് അവർക്ക് സംശയം? കിഫ്ബി നടപ്പാക്കുന്ന നിർവഹണ ഏജൻസികളെ കുറിച്ചല്ല, കിഫ്ബി എന്നതിനോടാണ്. അല്ലെങ്കിൽ
കിഫ്ബി അല്ല, ഞാൻ പറയുമ്പോൾ മാറിപ്പോയി, കെ ഫോൺ എന്നതിനോടാണ് വിയോജിപ്പ്. നിങ്ങളെന്തിന് കെ ഫോണിന് പോകണം? അതിന് വേറെ ആളില്ലേ ഇവിടെ? ആ താല്പര്യം കൊണ്ട് അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരണ്ട. അത് മനസ്സിലായിക്കൊള്ളണം. നിങ്ങളെന്തിന് അത്തരമൊരു കാര്യം നടത്തുന്നു? ആ കാര്യം നടത്താൻ ഒരുപാട് സ്വകാര്യ ഏജൻസികളും കുത്തകളും നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, അവർ ചെയ്തോളുമല്ലോ എന്നാണ് പരോക്ഷമായി ഞങ്ങളോട് പറയുന്നത്. അതിനതേ നാണയത്തിൽ പറയാണ്, അത് മനസ്സിൽ വെച്ചാ മതി. ഒരു കുത്തകയുടെയും വക്കാലത്തെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്കതിലൊന്നും അശേഷം സംശയവുമില്ല, ആശങ്കയുമില്ല. എന്തിനാണ് നിങ്ങളുടെ പുറപ്പാട്? കെ ഫോൺ മാത്രമല്ലല്ലോ ഇപ്പൊ പറയുന്നത്, പിന്നെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്? എല്ലാറ്റിനെക്കുറിച്ചും ഞാനിപ്പോ വിശദമായിട്ട് പോകുന്നില്ല. ഈ ടോറൻസ് ദീർഘകാലമായി ഷെൽഫിൽ കിടക്കുന്ന പദ്ധതിയാ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്തെയുണ്ട്. LDF എന്താ അതിന് താല്പര്യം വരാൻ കാരണം? 15,000 യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം, 15,000 പേർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത തിരുവനന്തപുരത്ത് വരുന്നു. അതിൽ താല്പര്യം കാണിക്കണ്ടേ? ഈ നാടിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാകുമ്പോ അതിൽ താല്പര്യം കാണിക്കില്ലേ? അത് സ്വാഭാവികല്ലേ? സ്വാഭാവികമായും താല്പര്യം കാണിക്കും. എന്താ നിങ്ങളെ സംശയം? എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? ഏതാണ് നിങ്ങൾക്ക് തടയേണ്ടത്? ഏതാനും വികല മനസ്സുകളുടെ താല്പര്യത്തിനനുസരിച്ച് തുള്ളിക്കളിക്കുന്നവരായി അന്വേഷണ ഏജൻസികൾ മാറാൻ പാടില്ല. അത് തന്നെയാണ് വ്യക്തമാക്കാനുള്ളത്. ഞങ്ങൾക്ക് ഈ നാട് ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം 2016 കേരളം എന്തായിരുന്നോ അവിടുന്ന് പിറകോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല, അവിടുന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്താണ്? ആ ഉത്തരവാദിത്വമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനോട് രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുണ്ടാകാം. ആ രാഷ്ട്രീയമായ വിയോജിപ്പുള്ളവരുടെ ആ അല്പമനസ്സുകളുടെ കൂടെയല്ല അന്വേഷണ ഏജൻസികൾ നിൽക്കേണ്ടത്. അത് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കണം. ഞങ്ങളുടേതായ ഉത്തരവാദിത്വം, ഈ നാട് ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് കൃത്യമായി തന്നെ നിറവേറ്റും, ഇനിയും നിറവേറ്റും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ശിവശങ്കർ എന്ത് പറഞ്ഞു, എന്താണ് അദ്ദേഹത്തിന്റെ മൊഴി എന്ന കാര്യമൊന്നും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. അത് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ പറയാൻ കഴിയൂ. എങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നത് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് പറയാൻ വേണ്ടി നിർബന്ധിച്ചു എന്നൊക്കെയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. അത് നമുക്ക് പിന്നീടൊരവസരത്തിലാകാം. ഇന്ന് നമ്മുടെ സമയവും തീരുന്നു. നമുക്ക് പിന്നീടൊരവസരത്തിൽ കാണാം.